എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാണം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാപ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളാണ്. നമ്മൾ മാപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇനി പ്രിലിംസിലേക്ക് നമുക്ക് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, 90 ദിവസത്തോളമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി തുടർച്ചയായിട്ട് UPSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഏരിയകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള തുടർച്ചയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാപ്പിൻ്റെ വീഡിയോകൾ കിട്ടിക്കൊണ്ടിരിക്കും. കറണ്ട് അഫെയർസിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളും അതുപോലെ തന്നെ UPSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ഏരിയകളും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ മാപ്പ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾ മാപ്പ് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ അറ്റ്ലസ്, ഏതെങ്കിലും അറ്റ്ലസ്, ഓക്സ്ഫോർഡ് ആയാലും അല്ലെങ്കിൽ ഓറിയൻറ്റ് ബ്ലാക്ക് സ്വാൻ അറ്റ്ലസ് ഉള്ളവർ, ഇല്ലാത്തവരത് വാങ്ങാം. ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, അത് തുറന്ന് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുന്ന ഏരിയയിൽ ആ മാപ്പിലൂടെ കറക്റ്റ് നിങ്ങളുടെ മാപ്പിലൂടെ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് നോക്കിക്കൊണ്ട് മനസ്സിലാക്കുക. ചില രാജ്യങ്ങളുടെ പേരൊക്കെ വരുമ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അത് നിരന്തരമായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. റിവിഷൻ ചെയ്ത് കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അത്രയും ഷുവറായിട്ട് ഓരോ ഏരിയകൾ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇപ്പോൾ സൂയിസ് കനാലിലൊക്കെ ഓൾറെഡി ഒരു ട്രാഫിക് ജാമൊക്കെ ഉണ്ടായതുകൊണ്ടും കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ വരുന്ന റെഡ് സീ വരുന്ന ഏരിയയാണ് നമ്മളിന്ന് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ റെഡ് സീ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ഈ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാണ് റെഡ് സീ. അപ്പോൾ ഇതിലേക്ക് ഇന്ത്യയിലേക്കുള്ള കണക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മളുടെ ട്രേഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡുകളൊക്കെ നടക്കുന്ന റെഡ് സീയിലൂടെയാണ്. ഓക്കെ, അഥവാ നമ്മളുടെ യൂറോപ്പിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ നിന്നും ബോംബെ നിന്നാണെങ്കിൽ കറക്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു ഏരിയയിലോട്ടാണ്, ഗൾഫ് ഓഫ് ഏദനിലോട്ട് പോയിട്ട് റെഡ് സീയിലൂടെ നമ്മൾ മെഡിറ്ററേനിയൻ സീ, സൂയിസ് കനാലിലൂടെ മെഡിറ്ററേനിയൻ സീയിലേക്ക് പോയിട്ടാണ് യൂറോപ്പിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഭയങ്കര ഇഷ്യൂ ആണ് നടന്നതുകൊണ്ടും ഒരാഴ്ചയോളം ട്രാഫിക് ബ്ലോക്ക് വന്നതുകൊണ്ടൊക്കെ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല ക്ലിയർ ആയിട്ട് ആ ഏരിയകൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ 1-2 വീഡിയോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഏരിയ ക്ലിയർ ആക്കും. നമ്മൾ ഈ സമയത്ത് വാട്ടർ ബോഡിയുമായി ബന്ധപ്പെട്ട അതിനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളുടെയും അതിൻ്റെ ക്യാപിറ്റലൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അറേബ്യൻ സീയുടെ ഒരു ഭാഗമാണ് എന്ത്, ഗൾഫ് ഓഫ് ഏദൻ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഗൾഫ് ഓഫ് ഏദൻ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാണ് ഗൾഫ് ഓഫ് ഏദൻ. ഫസ്റ്റ് ഗൾഫ് ഓഫ് ഏദനിൽ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളും നോക്കാം. ഒന്ന് യമനാണ്. ഓക്കെ, ഏഷ്യയിൽ നിന്നും യമൻ മാത്രമാണ് ഗൾഫ് ഓഫ് ഏദനിൽ ബോർഡർ ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. അതേ സ്ഥാനത്ത് ആഫ്രിക്കയിൽ, ഇത് ആഫ്രിക്കൻ്റെ ഭാഗമാണ്. ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ 2 രാജ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് സോമാലിയ, അതുപോലെ തന്നെ ജിബോട്ടി. സോമാലിയ, ജിബോട്ടി എന്നുള്ള രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഗൾഫ് ഓഫ് ഏദനിലേക്ക് ബോർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 3 രാജ്യങ്ങളാണ് ഗൾഫ് ഓഫ് ഏദനിൽ വരുന്നത്. ഈ ഗൾഫ് ഓഫ് ഏദൻ ആണ് എന്ത് ചെയ്യുന്നത്, റെഡ് സീയിലേക്ക്, അറേബ്യൻ സീയിലേക്ക് കണക്ട് ചെയ്യുന്നതും. ഈ ഗൾഫ് ഓഫ് ഏദനാണ് എന്ത് ചെയ്യുന്നത്, റെഡ് സീയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ റെഡ് സീയിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ഏരിയയാണ്. ഇതിനെ ബാബൽ മന്ദേബ് എന്നാണ് പറയുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ ഒരു സ്ട്രേറ്റ് 2 വാട്ടർ ബോഡീസിനെ, വലിയ 2 വാട്ടർ ബോഡീസിനെ കണക്ട് ചെയ്യുന്ന ചെറിയ നാരോ വാട്ടർ ബോഡീനെ പറയുന്ന പേരാണ് സ്ട്രേറ്റ് എന്ന് പറയും. ഇത് ബാബൽ മന്ദേബ് സ്ട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ബാബൽ മന്ദേബ് സ്ട്രേറ്റിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 രാജ്യങ്ങളാണ് വരിക. ഒന്ന് യമൻ, അതുപോലെ തന്നെ ജിബോട്ടി, റിട്രിയ. ഈ 3 രാജ്യങ്ങൾ കാണാൻ പറ്റുമല്ലോ. ജിബോട്ടി ഇന്ത്യയായിട്ടൊക്കെ ഭയങ്കരമായിട്ട് നല്ല കണക്ഷനുള്ള രാജ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. അവിടെ ഇന്ത്യ ഒരു സൈനികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് ഉണ്ട് അവിടെ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ സോമാലിയായിട്ട് ഇവിടെ പൈറസി വരുമ്പോൾ നമ്മൾ ഇവരായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ജോയിൻ ചെയ്തുകൊണ്ട് ധാരാളം പെട്രോളിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഗൾഫ് ഓഫ് ഏദനിൽ 3 രാജ്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ബാബൽ മന്ദേബ് വഴിയാണ് റെഡ് സീയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ബാബൽ മന്ദേബ് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ യമൻ, ജിബോട്ടി ആൻഡ് റിട്രിയ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇനി റെഡ് സീയിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുക, ഇതാണ് റെഡ് സീ. ഓക്കെ, ഈ കാണുന്നതാണ് റെഡ് സീ എന്നുള്ള അറിഞ്ഞിരിക്കുക. ആ റെഡ് സീയിൽ വരുന്ന രാജ്യങ്ങൾ ഏഷ്യയിൽ നിന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ചില രാജ്യങ്ങൾ എന്തുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് കണക്ട് ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കുക. ഏഷ്യയിൽ നിന്ന് വരുന്ന രാജ്യങ്ങൾ കാണാൻ പറ്റും. യമൻ, സൗദി അറേബ്യയാണ് വരുന്നത്. ഓക്കെ, യമൻ, സൗദി അറേബ്യ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതിൻ്റെ ഭാഗമായിട്ട്, അഥവാ ഈ ഒരു റെഡ് സീയുടെ ഭാഗമായിക്കൊണ്ട് ഗൾഫ് ഓഫ് അക്വാബ വരുന്നുണ്ട്. ഗൾഫ് ഓഫ് അക്വാബ. ഈ ഗൾഫ് ഓഫ് അക്വാബയിലാണ് ആരുള്ളത്, ജോർദാനും ഇസ്രായേലും ബോർഡർ ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. ഓക്കെ, ഗൾഫ് ഓഫ് അക്വാബയിലാണ്. ഗൾഫ് ഓഫ് അക്വാബ റെഡ് സീൻ്റെ ഒരു ഭാഗം തന്നെയാണ്, എങ്കിലും എന്താണ്, അത് ഗൾഫ് ഓഫ് അക്വാബയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇവിടെയാണ് ജോർദാൻ ഉള്ളത്. ജോർദാനും ഇസ്രായേലും ബോർഡർ ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. അപ്പോൾ ഏഷ്യയിൽ നിന്ന് റെഡ് സീയിലോട്ട് പ്രധാനമായിട്ട് ബോർഡർ ചെയ്യുന്ന 2 രാജ്യങ്ങളാണ് പറയാൻ പറ്റും. ഒന്ന് സൗദി അറേബ്യ, യമനാണ്. പിന്നെ ആഫ്രിക്കയിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ഈജിപ്താണ്. ഏറ്റവും മുകളിൽ താഴോട്ട് വരികയാണ് ഈജിപ്ത് ഉണ്ട്, അതുപോലെ തന്നെ സുഡാൻ ഉണ്ട്, റിട്രിയ ഉണ്ട്, ജിബോട്ടി ഉണ്ട്. ഈ 4 രാജ്യങ്ങൾ. ഓക്കെ, ഈജിപ്ത്, സുഡാൻ, റിട്രിയ, ജിബോട്ടി, ഈ 4 രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെഡ് സീയിലോട്ട് ഇവിടുന്ന് ബോർഡർ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് റെഡ് സീയിൽ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ. ആഫ്രിക്കയിൽ 4 രാജ്യങ്ങളും ഏഷ്യയിൽ നിന്ന് 2 രാജ്യങ്ങളും, അങ്ങനെ 6 രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്
പ്രധാനമായിട്ടും ഇതിലേക്ക് ബോർഡർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഇവിടെ ഭാഗം വരുന്നതിലൊന്ന് ഗൾഫ് ഓഫ് അക്വാബ കാണുന്നുണ്ടാവും. ഈ ഗൾഫ് ഓഫ് അക്വാബയിലേക്ക് ബോർഡർ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഇസ്രായേലാണ്, ഇസ്രായേലും ജോർദാനുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ ഇഷ്യൂ നടന്ന ഈ ഒരു ഏരിയയിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ എത്തുന്നത് സൂയിസ് കനാലിലേക്കാണ് എത്തുന്നത്. ഗൾഫ് ഓഫ് സൂയിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗൾഫ് ഓഫ് സൂയിസ് പൂർണ്ണമായിട്ടും കടന്നു പോകുന്നത് ഈജിപ്തിലൂടെയാണ്. അപ്പോൾ ഗൾഫ് ഓഫ് സൂയിസിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു ഈജിപ്തിൻ്റെ ഭാഗത്തെ സിനായി പെനിൻസുല എന്നാണ് പറയുക. ഓക്കെ, ഈ ഒരു ഭാഗം കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഭാഗത്തെ സിനായി പെനിൻസുല എന്നാണ് പറയുന്നത്, അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഇതാണ് സൂയിസ് ഇത് ഗൾഫ് ഓഫ് സൂയിസ് ആണെങ്കിൽ അതെല്ലാം നമ്മൾ കനാലാക്കിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇവിടെയാണ്. സൂയിസ് കനാൽ എന്ന് പറയുന്ന ഇത് ഈ ഒരു മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സൂയിസ് കനാൽ കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിലൂടെ കനാൽ വഴി കടന്നു പോയി കഴിഞ്ഞാൽ കാണുന്നുണ്ടാവും എങ്ങോട്ട് എത്തുന്നുണ്ട്, പോർട്ട് സയ്യിദിലേക്ക് എത്തുന്നുണ്ട്. പോർട്ട് സയ്യിദ് ഈജിപ്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ പോർട്ട് സയ്യിദ് വഴിയാണ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്, മെഡിറ്ററേനിയൻ സീയിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൂർണ്ണമായിട്ടും മെഡിറ്ററേനിയൻ അഥവാ നമ്മളുടെ സൂയിസ് കനാൽ കടന്നു പോകുന്ന ഈജിപ്തിലൂടെയാണ്. സൂയിസ് കനാലിൻ്റെ ഈ സൈഡിലുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്, സിനായി പെനിൻസുല എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ കൈറോ കാണാൻ പറ്റും, ഇതാണ് കൈറോ. അത് ഏകദേശം ഈ ഒരു സൂയിസ് കനാലിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട അടുത്ത് തന്നെയാണ് ഈ കൈറോ ഒക്കെ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീൻ്റെ അടുത്തോട്ട് വരുന്ന ഒരു ക്യാപിറ്റലും നാഷണൽ ക്യാപിറ്റലും കൂടിയാണ് കൈറോ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ സുഡാൻ വരുന്നുണ്ട്. ഓക്കെ, സുഡാൻ നിങ്ങൾക്ക് ക്യാപിറ്റൽ കണ്ടാൽ മനസ്സിലാവും, ഖർത്തൂം എന്നുള്ളതാണ് സുഡാൻ്റെ ക്യാപിറ്റൽ എന്ന് അറിഞ്ഞിരിക്കുക, ഖർത്തൂം. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ്. റിട്രീ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന് ശേഷം ജിബോട്ടി വരുന്നുണ്ട്, സോമാലിയ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ യമൻ്റെ ക്യാപിറ്റൽ സന എന്നുള്ളതാണ്. ഓക്കെ, സന എന്നുള്ള ക്യാപിറ്റലാണ്. യമനിൽ ഓൾറെഡി അവിടെ ഇൻറ്റേർണലായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സൗദിയുടെ ക്യാപിറ്റൽ റിയാദ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഏരിയയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഗൾഫ് ഓഫ് ഏദനെ ബോർഡർ ചെയ്യുന്ന രാജ്യം, അതുപോലെ തന്നെ ബാബൽ മന്ദേബ്, പിന്നെ റെഡ് സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഗൾഫ് ഓഫ് അക്വാബ, പിന്നെ അതുപോലെ തന്നെ സൂയിസ് കനാൽ കടന്നു പോകുന്ന രാജ്യം, സൂയിസ് കനാലിൻ്റെ അപ്പുറത്തുള്ള സിനായി പെനിൻസുല, ഈ കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചിലപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമ്മളിപ്പോൾ ഈജിപ്ത് ബന്ധപ്പെട്ട സൂയിസ് കനാൽ ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് എങ്ങനെ ഈജിപ്തിനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ലിബിയ ഉണ്ട്, സുഡാൻ ഉണ്ട്. ഈ രണ്ട് രാജ്യങ്ങളാണ് ആഫ്രിക്കയിൽ നിന്ന് ഈജിപ്തിനെ ബോർഡർ ചെയ്യുന്നത്. പിന്നെ ഏഷ്യയിൽ നിന്ന് ബോർഡർ ചെയ്യുന്ന രാജ്യമാണ് ഏത്, ഇസ്രായേൽ. കാണാൻ പറ്റും, ഇസ്രായേൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ബോർഡർ ചെയ്യുന്നത്. ഇസ്രായേൽ മുമ്പ് ഈ ഒരു ഈജിപ്തിൻ്റെ ഈ ഒരു സിനായ് പെനിൻസുലൊക്കെ പിടിച്ചെടുക്കിയിരുന്നു മുമ്പ്, നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഗാസ സ്ട്രിപ്പും വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ പലസ്തീൻ ഗാസ സ്ട്രിപ്പ് ഇതിനെ ബോർഡർ ചെയ്യുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. കാരണം അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഫലസ്തീൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പുമാണ് അവർക്ക് വരുന്നത്. അപ്പം ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഏരിയയിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഈ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിറ്ററേനിയൻ സീയിലൂടെയും മെഡിറ്ററേനിയൻ സീയിൽ കോഡ് ഉപയോഗിച്ചൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെഡിറ്ററേനിയൻ സീയിൽ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ തന്നെ മറ്റുള്ള ഓൾറെഡി നമ്മൾ ഈ ഒരു ബ്ലാക്ക് സീയും അതുപോലെ തന്നെ ഈ പേർഷ്യൻ ഗൾഫൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞതാണ്. മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് ശേഷം അടുത്തുള്ള വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, മെഡിറ്ററേനിയൻ സീ, അതുപോലെ തന്നെ ബാൾട്ടിക് സീ, പിന്നെ സൗത്ത് ചൈന സീ, അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇക്വേറ്റർ കടന്നു പോകുന്ന ഏരിയകളൊക്കെ നമ്മൾ നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പുസ്തകത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു രാജ്യത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. സോമാലിയ, ഈ കാണുന്നതാണ് ഇക്വേറ്റർ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ബാക്കിയുള്ള രാജ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഉടൻ കാണാം. നമ്മൾ ഓൾറെഡി ഒരു സിവിൽ സർവീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2021 22 ലക്ഷ്യം വെച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മെൻറ്റർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.